യേശുതമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനുസി ജോയ്. ഞാൻ പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ നിന്ന് ഞാൻ പറയുന്നത്. ഞാൻ 2023 ജൂലൈ 15 ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ വിശദീകരിച്ചായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്, ഞാൻ മദ്യപാനത്തിന് അടിമയായിരുന്നു, നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അമ്മ എന്നെ കൃപാസനം പേപ്പറിൽ ഇങ്ങനെ കാണിച്ച് എന്നെ തൊട്ടടുത്ത ദിവസം ഞാൻ ഇവിടെ വന്നാണ് ഉടമ്പടി എടുത്ത് ഞാനിപ്പം ഇതിൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ് ഇന്ന് ഞാൻ പുതുക്കിയത്. അമ്മ അങ്ങനെ എനിക്ക് പ്രത്യക്ഷപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ വൈഫും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന 2 കാര്യങ്ങളുടെ നേരത്തെ നടന്നതാണ്. അടുത്ത 2 കാര്യങ്ങൾ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കൊറോണയ്ക്ക് മുന്നേ ബോംബെയിൽ സെറ്റിലായിരുന്നു. കൊറോണ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് 2 വർഷത്തോളം ജോലികളും കാര്യങ്ങളും ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ശരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു കടയൊക്കെ തുടങ്ങി ഞാൻ. അന്നേരം വൈഫ് ജോലിക്ക് വേണ്ടി ബോംബെക്ക് പോയി. വൈഫ് മാത്രം അവിടെ ജോലിക്ക്, ഞാനും 2 മക്കളും നാട്ടിലുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, തമ്പുരാനെ ഞങ്ങളെ ഒരുമിച്ച് നിർത്തണമേ. കാരണം അവളും ഉടമ്പടിയിൽ, ഞാനും ഉടമ്പടിയിൽ. രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയൊക്കെ ഒരുമിച്ച് ഇന്ന് ചൊല്ലുമ്പോൾ പ്രത്യേക ഒരു അഭിഷേകമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മാതാവ് എൻ്റെ ആ ആഗ്രഹം സഹായിച്ചു തന്നു. ഞങ്ങളിപ്പോൾ ബോംബെയിൽ സെറ്റിലാണ്. അതുപോലെ തന്നെ എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ 2024 പരീക്ഷ എഴുതിയത്. ആദ്യമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ അടുക്കാറായപ്പോൾ കുഞ്ഞിന് നല്ല ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് അപ്പം വൈഫ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് സ്കൂളിൽ ചെന്ന് തിരക്കിയപ്പോൾ കുഞ്ഞ് പഠിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ പരീക്ഷ അടുക്കാറായപ്പോഴത്തേന് പരീക്ഷ പേടിയായിട്ട് ഭയങ്കരമായി ടെൻഷൻ വന്നു. അപ്പം നമുക്കിപ്പം കുഞ്ഞിനെ വഴക്ക് പറയാൻ പറ്റത്തില്ല. പരീക്ഷ അടുത്തിരുന്ന സമയം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കുഞ്ഞ് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് എൻ്റെ ഈ കാശ് രൂപം ഞാൻ ഊരി കുഞ്ഞിൻ്റെ കഴുത്തേലിട്ട് കൊടുത്തു. കുഞ്ഞിൻ്റെ കഴുത്തേലിട്ട് കൊടുത്തിട്ട് കുഞ്ഞ് പോയി. എന്നാൽ കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, എന്നാൽ സാധാരണ ഒരു പിതാവ് ചോദിക്കുന്നതാണ്, കുഞ്ഞ് പരീക്ഷ എങ്ങനെയുണ്ട്, നീ എഴുതിയോ, നാളെ എന്താണ് വിഷയം? ഞാൻ ഒരു കാര്യം പോലും ചോദിച്ചില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് പൂർണ്ണ വിശ്വാസമായിരുന്നു എനിക്ക്. പരീക്ഷ കഴിഞ്ഞ് ഞാൻ കാശ് രൂപം തിരിച്ചു വാങ്ങിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവധിയായ സമയത്ത് ബോംബെയിലായിരുന്നു. ബോംബെക്ക് പോയി. വൈഫ് അവിടെ ജോലിയായിരുന്നു. റിസൾട്ട് അറിയുന്ന ദിവസം ഞങ്ങൾ അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ മാതാവിൻ്റെ പള്ളിയിലൊക്കെ പോയി. അപ്പം വൈഫ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, മാതാവുണ്ടല്ലോ, നമ്മൾ ഉടമ്പടിയിലല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? അങ്ങനെ ഞാൻ പറഞ്ഞൊരു 4 A+ എങ്കിലും കിട്ടും എന്ന് ഉദ്ദേശിച്ചു. നമുക്ക് പാസ്സായി കിട്ടിയാൽ മതി, അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മാതാവിൻ്റെ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്ന്. അത് ബോംബെയിലുള്ളവർക്കറിയാം അവിടുത്തെ ലോക്കൽ ട്രെയിനിലെ തിരക്ക്. ആ തിരക്കിനിടയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഷർട്ട് ഊരി നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപം കാണാനില്ല. ഞാൻ സാധാരണ കാശ് രൂപം ഇങ്ങനെ ചരടെ തൂക്കിയിട്ടിട്ടാണ് ഇങ്ങനെ അകത്തിട്ടുകൊണ്ട് നടക്കുന്നത്. വന്നപ്പോൾ കാശ് രൂപം കാണാനില്ല. ഞാൻ ഓർത്തു, മാതാവേ എന്തോ സംഭവിക്കാൻ പോവുകയാണോ? ഞാൻ ആകെ ഒന്ന് പെരുണ്ടു. ഞാൻ ഓർത്തോ, ഇനി പോയെങ്കിൽ പോട്ട്, ഇപ്പോൾ നമ്മളിവിടെ പോയി തപ്പാനാ? ഞാൻ ഷർട്ടൊക്കെ മാറി ഊരിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഈ പോക്കറ്റിൽ കാണുമായിരിക്കുമെന്ന്. ജസ്റ്റ് ചെന്ന് പോക്കറ്റിൽ തപ്പിക്കഴിഞ്ഞപ്പോൾ പോക്കറ്റിനകത്ത് കാശ് രൂപം കിടക്കുന്നു. ഞാൻ ഈ കാശ് രൂപം സാധാരണ ഉടുപ്പിനകത്തിടുന്നതാണ്. ഈ പുറത്തുനിന്ന് എനിക്കത് കിട്ടി. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഇതായി. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ പപ്പായുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. എൻ്റെ വസ്തുവിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്മയുടെ വസ്തു. 10-30 വർഷമായിട്ട് ഇത് ആരുടെ പേരിലാണ്, എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഈ അമ്മ എന്നെക്കാട്ടി മുന്നേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇതുപോലെയൊക്കെ എൻ്റെ വീടിന് തൊട്ടടുത്ത്, അപ്പോൾ മോനെ ഇതുപോലെ നീ ഒരു കാര്യം ചെയ്യണം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യമൊക്കെ അമ്മ അറിഞ്ഞു. എന്നോട് പറഞ്ഞു, പോയി നീ ഉപ്പൊക്കെ പ്രാർത്ഥിച്ചൊന്നിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബുധനാഴ്ച ദിവസം നമ്മൾ ഉപവാസം എടുക്കാറുണ്ട്. ബുധനാഴ്ച ഉപവാസം എടുത്തിട്ട് ഉപ്പ് കൊണ്ടുവന്ന് ഞാനവിടെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും സ്വർഗ്ഗസ്നായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമേയൊക്കെ ചൊല്ലി അവിടെ ആ സ്ഥലത്ത് ഉപ്പിട്ടു. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് ഒരു ടെൻഷനും കൂടാതെ, ഒരു നയാ പൈസ പോലും കൊടുക്കാതെ അമ്മ മാതാവ് അത് അമ്മയുടെ മകൻ്റെ പേരിൽ അത് റെഡിയാക്കി കൊടുത്തു. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ആത്മീയമായി നമുക്ക് ഭയങ്കരമായ ഒരു മുന്നേറ്റമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ബൈബിൾ എടുത്ത് തമ്പുരാനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കർത്താവ് സംസാരിക്കും. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എനിക്ക് ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ കട നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കട നടത്തിക്കൊണ്ടിരുന്ന ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ചൂട്, നാരങ്ങ വെള്ളമൊക്കെ നല്ല വൃത്തിക്ക് പോകുന്ന. അപ്പോൾ ഞാൻ ഒരു ദിവസം മടിച്ചു, നാളെ കൊടുക്കാം, എന്നാൽ അടുത്ത ദിവസം മടിച്ചു, അങ്ങനെ 2 ദിവസം മടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എടാ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെ ഈ പേപ്പറുമായിട്ടൊരു കടയിൽ പോയി. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളറിയാവുന്ന ഒരു അച്ചായനുണ്ട്, പിന്നെ ഒരു 5-6 പേര് അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടാ, നിനക്ക് നാണമില്ലേ ഈ പേപ്പറും കൊണ്ട് നടക്കാൻ? ചൂട് സമയത്ത് ഒരു നാരങ്ങ വെള്ളം വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് 20-25 രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാൻ 2.5-3 മണിക്കൂർ ക്രൂശിന്മേൽ കടന്ന് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, പിന്നെ ഇത് കഷ്ടപ്പാടാണോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഈ പേപ്പർ കൊടുക്കുന്നത്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, കാരണം ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം ഇപ്പം ഞാൻ കൃപാസനത്തിൽ ഇപ്പോൾ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം. അപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് പ്രാർത്ഥനകൾ അയച്ചു കൊടുത്ത് അവരോട് പറയും ഇന്നപോലെ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് സഹായങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തമ്പുരാനും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകം